ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വൺ ഡേ ട്രിപ്പാണ്. തൃക്കരിപ്പൂരുള്ള വീലാൻഡ് പാർക്ക്. ഒരുപാട് പേർക്ക് അറിയാം, നമ്മുടെ കാസർഗോഡുള്ള ഒരുപാട് പേർക്ക് അറിയായിരിക്കും. ഒരുപാട് വീഡിയോസൊക്കെ ഈ പാർക്കിൻ്റെ വന്നായിരുന്നു കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ വീലാൻഡ് പാർക്കാണ്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്നത്. വീട്ടിൽ നിന്നല്ല കേട്ടോ, ഹോട്ടലിൽ നിന്ന് വരുന്ന വഴിയിൽ നിന്ന് കഴിച്ചിട്ട് വന്നത്. രാവിലെ വന്നിട്ടുണ്ട്. വലിയ പാർക്കാണല്ലോ, അപ്പോൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നല്ല സമയമാണ്. അതുകൊണ്ട് രാവിലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, തൃക്കരിപ്പൂരുള്ള ഒരു പാർക്കാണ്. ഇത് വന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ വീഡിയോസ് ഞാൻ അവിടെ ഉണ്ടാകുമ്പം തന്നെ കണ്ടതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി പാർക്കാണ്. ഒരു വൺ ഡേ ട്രിപ്പിന് ഫാമിലി ആയിട്ട് മക്കളെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയ നല്ലൊരു പാർക്കാണ്. ഭയങ്കര ബേർത്തുമായിരുന്നു കേട്ടോ. 700 രൂപയായിരുന്നു നമ്മൾ ഗോൾഡൻ ഇതാണ് എടുത്തത്. അപ്പോൾ അതിൽ എല്ലാത്തിലും കയറാം. ഏതിനും സെപ്പറേറ്റ് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. വേറെയുണ്ട് 500 രൂപേൻ്റെ ഒക്കെ. അപ്പോൾ അതാകുമ്പം എക്സ്ട്രാ ഓരോന്നിൽ കയറും തോറും പൈസ ഒക്കെ കൊടുക്കണം. ഇപ്പോൾ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത് ഈ വീഡിയോയിൽ കാണിക്കാം ഇതിനകത്ത്. പക്ഷേ വൺ ഡേ ട്രിപ്പിന് നമുക്ക് അടുത്ത് കാസർഗോഡ് അടുത്ത് വരാൻ ഏറ്റവും നല്ല അടിപൊളി ഒരു സ്ഥലം തന്നെയാണ്. ആദ്യം തന്നെ പിള്ളേരെ റൈഡിലിരുത്തി. പിള്ളേർക്ക് പിന്നെ ഇത് തന്നെയാണല്ലോ ഏറ്റവും വലിയ ഹാപ്പി. അപ്പോൾ സെയിൻ ആദ്യമൊക്കെ ഫസ്റ്റ് ടൈമായിട്ട്. സെയിന് പണ്ടൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ അവിടെ ഉണ്ടാകുമ്പോഴൊക്കെ. പക്ഷേ നാട്ടിൽ വന്നിട്ട് ഞങ്ങളിങ്ങനെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാർക്കിലൊന്നും അങ്ങനെ വന്നിട്ടില്ല. കുഞ്ഞു കുഞ്ഞു പള്ളിക്കര അങ്ങനത്തെ പാർക്കിലേക്ക് പോയിട്ടുള്ളൂ. അപ്പോൾ ആദമിനൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നെക്സ്റ്റ് ഉള്ളത് നമ്മൾ പാത്തു ഒരു എന്താ പറയുക, ഒരു അഡ്വഞ്ചർ ചെയ്യാൻ പോകാൻ കേട്ടോ. അത് സിപ്പ് ലൈൻ ചെയ്യാൻ പോകണം. അപ്പോൾ അത് ബുത്ത് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ പാത്തു സിപ്പ് ലൈൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പാത്തുക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനല്ല. എന്തായാലും എനിക്ക് കുറച്ച് പേടിയുണ്ട്, സിപ്പ് ലൈൻ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ സൈക്ലിംഗ് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ കൂടെ പാത്തും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കുറച്ച് പേടിയെല്ലാം ഞാനിങ്ങനെ അഡ്വഞ്ചേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിന് മുമ്പ് ചെറിയ റൈഡ്സ് എല്ലാം ഇരുന്നിട്ടുള്ളൂ. റൈഡ്സ് പിന്നെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എനിക്ക് കുറച്ച് പേടിയുള്ള സംഭവമാണ്. പക്ഷേ എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തിട്ടുണ്ട്. ചെയ്യുമ്പം കുറച്ച് പേടിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര ധൈര്യത്തിൽ ചെയ്തതൊന്നുമല്ല, കുറച്ച് പേടിച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടാകുമ്പോഴത്തേക്ക് നമുക്കൊരു ധൈര്യം തന്നെ വരുന്നുണ്ട്. ചെയ്യാൻ പറ്റും, ഇനി ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കുറച്ച് അഡ്വഞ്ചേഴ്സൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ളതൊക്കെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ അതും ചെയ്തിട്ടുണ്ട് കേട്ടോ സൈക്ലിങ്. ഞാൻ മുമ്പ് ഈ വീഡിയോസിലൊക്കെ കാണുമ്പം ചെയ്യണമെന്ന് വിചാരിച്ചൊന്നാണ് കേട്ടോ ഈ ഒരു സ്കൈ സൈക്ലിങ്. എന്തായാലും അത് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അത് രണ്ടാളും ചെയ്തിട്ടുണ്ട്. പിന്നെ പിള്ളേരെ റൈഡ്സിലെല്ലാം ഇരുത്തി സെയിൻ ഈ ഒരു റൈഡിലിരുന്നു. ഇതിൽ പിന്നെ ആദമിനും ഇവാനും പേടിയായതുകൊണ്ട് ഓരോ ഇരുത്തിയില്ല. സെയിൻ ഇരുന്നു ഈ ഒരു കുതിരയിൽ. ഇതിപ്പോൾ എല്ലായിടത്തിലും ഞങ്ങൾ ആടെയാണെങ്കിൽ പാർക്കിലൊക്കെ ഏകദേശം ഉള്ളൊരു റൈഡാണ്. പിന്നെ പിള്ളേർ പറഞ്ഞല്ലോ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എൻജോയ് ചെയ്ത്. ഓരോർക്ക് ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ കളിക്കാൻ വരുന്നതും പ്ലേ ഗ്രൗണ്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. പിന്നെ ഞങ്ങളിതാ ഫുള്ള് നടന്നിട്ടൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. ഈ ഒരു പ്ലേസ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് നല്ല അടിപൊളിയായിട്ട് ഓരോ സ്പേസും അവർ യൂസ് ചെയ്തിട്ടുണ്ട്. പാർക്കാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ളതാണെങ്കിൽ ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ അങ്ങനെ എല്ലാ ഭാഗത്തും അവരെന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഊഞ്ഞാലിലേക്ക് വന്ന് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു ഊഞ്ഞാൽ വലുതുണ്ട് ചെറുതുണ്ട്. പിള്ളേർ ഇവാനൊക്കെ പേടിയായതുകൊണ്ട് ഞാൻ ഒന്നിച്ചിട്ടിരുന്ന് ആടിയതാണ്. അത് കഴിഞ്ഞൊരു 12 ഡേ ആനിമേഷൻ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ജംഗിൾ സഫാരിക്ക് വന്നത്. ജംഗിൾ സഫാരി ഞങ്ങൾ കുറച്ച് മുമ്പ് മടിക്കേരി പോയായിരുന്നു കേട്ടോ. ആ വീഡിയോ ഇടാം. അപ്പോൾ അവിടെയും പോയായിരുന്നു. സെയിം തന്നെയായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ ആദമിനൊക്കെ പേടിയായി പിള്ളേർക്ക്. അന്നത്തെ അത്ര പേടിയായില്ല. മടിക്കേരി ഇതിലും പേടിച്ച് പിള്ളേർ ഭയങ്കര എന്താ പറയുക, സൗണ്ട് എഫക്റ്റ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും ഓർക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മൾക്ക് അത്ര പേടിയാണെന്നൊന്നുമില്ല. പേടിക്കേണ്ടവരൊക്കെ ആണെങ്കിൽ പേടിക്കും. ശബ്ദമാണെങ്കിലും ഇരുട്ടാണെങ്കിലും ചെയ്ത് വെച്ചിട്ടുള്ള വിഷ്വൽസ് ആണെങ്കിലും. പക്ഷെ നമുക്ക് മടിക്കേരി ഓൾറെഡി ഞങ്ങൾ സെയിമിൽ പോയതുകൊണ്ട് അത്ര ഫീൽ കിട്ടിയില്ല. എന്തായാലും എല്ലാം എൻജോയ് ചെയ്ത് അങ്ങനെ സഫാരിയും കഴിഞ്ഞിട്ട് ഞങ്ങളെന്താ തിരിച്ചിറങ്ങി അവിടുന്ന്. പിന്നെ നേരെ ട്രെയിനിലേക്കാണ് വന്നത്. ട്രെയിൻ കണ്ടപ്പോൾ തന്നെ ഇരിക്കണം എന്നുണ്ടായിരുന്നു. ട്രെയിനും ഈ ഒരു പാർക്കിൻ്റെ ഒരു പോസിറ്റീവ് തന്നെയാണ്. ഈ പാർക്ക് ഫുള്ള് ചുറ്റിക്കാണുന്ന പോലെയാണ് ട്രെയിൻ ഉള്ളത്. ഞങ്ങൾ രാവിലെ തന്നെ വന്നതുകൊണ്ട് എല്ലാത്തിലും ഇരിക്കാൻ പറ്റി, എല്ലാം കവർ ചെയ്യാൻ പറ്റി, എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അതാണ് ഭയങ്കര പോസിറ്റീവ്. അധികം ആൾക്കാരും വൈകുന്നേരമൊക്കെയാണ് വരുന്നത്, 3 മണിക്കൊക്കെയാണ് വരുന്നത്. അപ്പോൾ 3 മണിക്ക് ഞങ്ങൾ വാട്ടറിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ എല്ലാ റൈഡ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ട്രെയിനിലിരുന്ന്. ട്രെയിനാണെങ്കിലും നല്ലതായിരുന്നു. ഞങ്ങൾ എവിടെ പോയാലും ട്രെയിനിൽ ഇരിക്കുക. ഏത് കുഞ്ഞു പാർക്കാണെങ്കിലും ട്രെയിനിലിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. പണ്ട് മടിക്കേരിയിൽ അറിയായിരിക്കും എല്ലാവർക്കും രാജാസീറ്റ് പാർക്കിൽ ട്രെയിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒഴിവായിട്ടുണ്ടാവുന്നു. ഇപ്പം ഞാൻ കുറേ ആയതൊന്നും കാണാത്ത. അപ്പം അതെന്താ സംഭവിച്ചതെന്ന് അറിയാലോ. എന്തായാലും അപ്പോൾ അത് പറഞ്ഞു വന്നത് ട്രെയിൻ ഭയങ്കര ഇഷ്ടമാണ്. ട്രെയിൻ ഇങ്ങനത്തെ കുഞ്ഞ് ട്രെയിൻ യാത്രകളൊക്കെ ഇഷ്ടമാണ്. ഞങ്ങൾ ഊട്ടിയിൽ പോയപ്പോഴും എപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ട്. പാർക്ക് ഞാൻ പറഞ്ഞല്ലോ, അവർ
ഗാർഡൻ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് സൈക്ലിങ് നടക്കുന്നുണ്ട്, അപ്പുറത്ത് സിപ്പ് ലൈൻ, അതൊക്കെ നമുക്ക് ഈ ട്രെയിനിൽ പോകുമ്പോഴത്തേക്ക് കാണാം. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഉച്ചയാവാറായി. ട്രെയിൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോകാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഉണ്ട് ക്യാൻറ്റീനായിരുന്നു കേട്ടോ. ബിരിയാണി ആയിരുന്നു എല്ലാവരും കഴിച്ചത്. ഉമ്മ ചോറെടുത്തത് അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വന്നതും തൊട്ടിലാട്ടം. നമ്മൾ കുഞ്ഞു തൊട്ടിലാണ് കേട്ടോ, വലിയ തൊട്ടിലാട്ടമൊന്നുമില്ല, കുഞ്ഞു തൊട്ടിലാട്ടമായിരുന്നു. തൊട്ടിലാട്ടത്തിലിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഞങ്ങൾ ഫുള്ള് നമ്മളൊരു പാക്കേജ് എടുത്ത് വന്നുകൊണ്ട് ഓരോന്നിനും സെപ്പറേറ്റ് പേ ചെയ്യേണ്ട, നമുക്ക് എല്ലാത്തിനും കൂടെ ഒരു പേയ്മെൻറ്റാണ്. അപ്പോൾ ഞങ്ങളിതാ തൊട്ടിലാട്ടത്തിൽ ഇരുന്നിട്ടുണ്ട്. ഞാനും സെയിനും ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് ബുത്തും പാത്തും ഇരുന്നിട്ടുണ്ട്. ഒന്നിച്ചിട്ട് തന്നെയാണ് ഇരുന്നത്. സെയിനിന് പേടിയാണെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ സെയിൻ ഇതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ തൊട്ടിലാട്ടൊക്കെ കറങ്ങിയിട്ട് ഇറങ്ങി തിരിച്ച് വന്ന് നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ഫാമിലി ആയിട്ട് മക്കളെയൊക്കെ കൊണ്ടുപോകുന്ന ഇങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. അത് പിള്ളേരും ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഒരു ഹാപ്പിനെസ് ഡബിളാണ്. ഓർക്ക് വേണ്ട എല്ലാം ഉണ്ട് ഇവിടെ. ഊഞ്ഞാലാണെങ്കിലും അല്ലാത്ത റൈഡ്സ് ആണെങ്കിലും എന്തൊക്കെയോ ഉണ്ട് ഓർക്ക് വേണ്ട, ഫുഡ് ഐറ്റംസ് ആണെങ്കിലും. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ, അവർ എയ്ഫിൽ ടവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളെ വീഡിയോസിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞങ്ങൾ ആദ്യം വീഡിയോ കണ്ട സമയത്ത് കണ്ടത് ഇതൊക്കെയാണ്. ഇങ്ങനെ ഒരു പാർക്ക് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ കാസർഗോഡ് ഇത്രയും നല്ലൊരു പാർക്ക് വന്നു എന്നൊക്കെ ഞാൻ റഷൊക്കെ പറഞ്ഞായിരുന്നു. ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് സ്പീഡ് ബോട്ടാണ്. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. സ്പീഡ് ബോട്ട്, കയാക്കിങ്, പെഡൽ ബോട്ട്, ഹൗസ് ബോട്ടും ഉണ്ട്. അവിടെ നിർത്തിയിട്ട് കണ്ടായിരുന്നു. അത് എന്തായാലും നമ്മളെടുത്തത് സ്പീഡ് ബോട്ടാണ്. ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഞങ്ങളെടുത്തത് ഈ ഒരു ടിക്കറ്റിൽ, നമ്മളെ ഈ ഒരു ക്വാളിറ്റി ഞാൻ പറഞ്ഞല്ലോ കോൾഡനിൽ ഞങ്ങളെടുത്തത് സ്പീഡ് ബോട്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ പോയത് അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റിൽ കൂടുതൽ, നമ്മൾ 10-15 മിനിറ്റ് നമ്മൾ റൈഡ് ഉണ്ടായിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഇടയ്ക്കാടെ എത്തുമ്പോഴൊക്കെ ആ ഒരു വേവ് ഒക്കെ വരുമ്പോൾ കുറച്ച് പേടിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും നല്ല ഭംഗിയായിരുന്നു. സേഫായിരുന്നല്ലോ. നമ്മൾ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടിട്ട് തന്നെയാണ് പോയത്. എല്ലാവരും എൻജോയ് ചെയ്ത്. ഞങ്ങൾ ചെറിയ മക്കളുണ്ടാകുമ്പം ഓരോ പിടിച്ചിരുന്നു എന്ന് പറഞ്ഞ് മുറുക്ക് പിടിച്ചിരുന്നു, അല്ലാണ്ട് വേറെ സേഫ്റ്റി ഇഷ്യൂ ഒന്നുമില്ല. എന്തായാലും അതൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് നേരെ പോകുന്നത് നെക്സ്റ്റ് പിള്ളേരെ കുറച്ച് കളിക്കുന്ന ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഓരോ റൈഡ്സിലൊക്കെ ഇരുത്താനായിട്ടാണ്. പറഞ്ഞല്ലോ, പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ്. ആദമാണെങ്കിലും ഇവാനാണെങ്കിലും സെയിനാണെങ്കിലും. ഞാൻ വിചാരിച്ച് പേടിച്ചിട്ടൊന്നുമില്ല ഇരിക്കില്ല, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഓരെല്ലാം നല്ലോണം എൻജോയ് ചെയ്ത്. ഓരെ പോലെ തന്നെയാണ് ഞാനും ബുദ്ധും എല്ലാം എൻജോയ് ചെയ്ത്, പാത്തും പിന്നെ എല്ലാം എൻജോയ് ചെയ്ത്. നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറച്ച് റൈഡ്സിലൊക്കെ ആയിരുന്നു. ഞാനും ബുത്തും പാത്തും 3 ആളുണ്ട് ഈ ഒരു റൈഡിൽ. പാത്ത് ബാക്കിലുണ്ട്. ഞങ്ങൾ ഇതിലിരുന്ന് കുറച്ച് പേടിയാകുന്നുണ്ട്. പേടിയെന്നല്ല, കുറച്ച് ഇങ്ങനെ തലകറക്കം പോലെ കറക്കുന്നുണ്ട്. എനിക്കങ്ങനെ ഇതിലൊന്നും ഇരിക്കാൻ പേടിയൊന്നുമില്ല, പക്ഷെ കുറച്ച് കറങ്ങുമ്പം കുറച്ചൊരു എന്തോ പോലെ ഫീൽ ആകുന്നുണ്ട്. പക്ഷെ എന്തായാലും എല്ലാം ഇരുന്ന് എല്ലാം എൻജോയ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ എടുക്കുക, ഞങ്ങളിങ്ങനെ ഉപ്പിലിട്ടതും ഡ്രിങ്ക്സ് അങ്ങനെയൊക്കെ കുടിക്കുന്നത്. ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു മൊഹീത്തോ ആയിരുന്നു. മൊജീത്തോ എന്ന് നമ്മൾ നാട്ടിൽ പറയില്ല, പക്ഷേ ശരിക്കും മൊഹീത്തോ ആണ്. അതായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിള്ളേർ ബ്ലൂബെറിയാണ് കഴിച്ചത്. പിന്നെ നമ്മൾ പാത്തു ഈ ഒരു റൈഡിൽ ഇരുന്നിട്ടുണ്ട്. പാത്തുവിന് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാനൊക്കെ. എന്തായാലും പാത്തു ഇരുന്നു. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. എനിക്കിതിലിരിക്കാൻ എന്തോ ഒരു തല ഭയങ്കര ഇതാവെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ വെള്ളത്തിലേക്ക് വന്ന് ആദ്യമിന് കുറച്ച് പേടിയായിട്ട് ആദ്യം വെള്ളത്തിൽ ഇറങ്ങാൻ. സെയിനാണെങ്കിൽ ഫസ്റ്റ് എൻജോയ് ചെയ്ത്. ആദ്യമിന് കുറച്ച് ടൈം എടുത്തു അവനെ ഇങ്ങനെ വെള്ളത്തിലൊന്ന് ഇതാക്കി വരാൻ. പക്ഷെ മുമ്പൊരിക്കൽ പൂളിൽ പോയപ്പം സെയിൻ ഇറങ്ങാത്ത പേടിച്ചിട്ട് ആദ്യം ഇറങ്ങിയായിരുന്നു. ഇതിപ്പോൾ നേരെ ഇവാനും എൻജോയ് ചെയ്ത്. എന്തായാലും പിള്ളേരെ ഇറക്കിയിട്ടുണ്ട്. സെയിന് നല്ല ഹാപ്പിയായി, നല്ലോണം എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു കേട്ടോ. വാട്ടറിൽ നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ വരാൻ. പക്ഷേ ഞാനും പ്രാവശ്യം അങ്ങനെ ഡിസ്നി വേൾഡിലൊക്കെ പോയിട്ടുണ്ട് കപ്പിളായിരുന്നപ്പം. ഞങ്ങളിങ്ങനെ മക്കളായിട്ടും അല്ലെങ്കിൽ മുമ്പ് അമ്യൂസ്മെൻറ്റ് പാർക്ക് അങ്ങനെയൊന്നും പോയിട്ടില്ല. എന്തായാലും ബാക്കി ഇങ്ങനെ കറങ്ങിയിട്ടുണ്ട്, പോയിട്ടുണ്ടെന്നൊക്കെ അല്ലാണ്ട് ഇങ്ങനെ. പക്ഷേ ഞാൻ റാഷിനോട് എപ്പോഴും പറയും നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്ക് നല്ല എൻജോയ് ചെയ്യേണ്ട ഒന്നാണെന്ന്. റാഷിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റാണ് ഇങ്ങനെ വാട്ടർ റൈഡ്സൊക്കെ ചെയ്യുന്നത്. എന്തായാലും അടിപൊളിയായി. വാട്ടർ സ്ലൈഡ്സൊക്കെ ചെയ്യുന്നത് എന്തായാലും അടിപൊളിയായി. പിള്ളേർ ഭയങ്കര എൻജോയ് ചെയ്ത് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാടില്ല, കുഞ്ഞ് സ്ഥലങ്ങളും കുഞ്ഞ് കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ ഉള്ളതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നല്ല നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ കണ്ടപ്പോൾ അടുത്തൊരു വീഡിയോ എടുത്തതാണ്, എംപിൻ്റെ മോള്. അപ്പോൾ ഉള്ളതൊക്കെ ഭയങ്കര എന്താ പറയുക, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള എല്ലാം നല്ല അടിപൊളി തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ച ഒരു അടിപൊളി വൺ ഡേ ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. രാവിലെ വന്ന് വൈകുന്നേരം വെള്ളത്തിലിറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ല, അതിന് മുമ്പ് വെള്ളത്തിലൊക്കെ ഇറങ്ങി. ഇത് കഴിഞ്ഞിട്ട് നേരെ ചായ കുടിക്കാൻ പോകാമെന്നൊക്കെ ആയിരുന്നു പ്ലാനും. നല്ലൊരു എന്താ പറയുക ടൈം മാനേജ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ പിള്ളേരെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നല്ലൊരു അടിപൊളി വൺ ഡേ ട്രിപ്പ് തന്നെയായിരുന്നു. നമ്മൾ വലിയ ടൂറൊന്നും പോകണമെന്നില്ല, ഇങ്ങനത്തെ കുഞ്ഞു ടൂർ തന്നെ നല്ല അടിപൊളിയാണെങ്കിൽ അതിൽ തന്നെ നമ്മൾ ഹാപ്പിയാണ്. അടിപൊളിയാണ്, നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള അടിപൊളി സ്ഥലം തന്നെയാണ്. പിന്നെ കോണ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാൻസ് കളിക്കാനായിട്ട് വന്നു ഞാനും ബുത്തുമെല്ലാം.
അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കഴിയുന്നുണ്ട്. അടുത്ത് തന്നെ നടന്നിട്ട് കുറച്ച് പോകണം, അവിടെ തന്നെ അതിൻ്റെ ഉള്ളിലിട്ടാ. ആ ചായയും സ്നാക്സൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പൂളിലൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ലോക്കർ എടുത്തിട്ടാണ് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ലോക്കർ എടുത്തിട്ട് ആ ലോക്കർ റൂമിലാണ് എല്ലാം വെച്ചത്. അവിടെ നിന്നാണ് നമ്മൾ ഡ്രസ്സൊക്കെ മാറാനുള്ള സൗകര്യമുണ്ടല്ലോ, അവിടെ പൂളിൽ ഇറങ്ങുമ്പോൾ ഡ്രസ്സ് മാറി പിന്നെ വീണ്ടും തിരിച്ച് വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ഇപ്പം ചായയൊക്കെ കുടിക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് ഫുള്ള് ഫുഡിൻ്റെ ഇതാണ് കേട്ടോ. എന്ത് വേണമെങ്കിലും ഉണ്ട്, എന്ത് വേണമെങ്കിലും നല്ല ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്തായാലും. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ കുറേ ആൾക്കാർ വന്നിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. എന്നെ അറിയാം, വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷം. അങ്ങനെ കുറേ ആൾക്കാർ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത്രയും ചായയും കടിയൊക്കെയാണ് ഞങ്ങൾ എടുത്തത്. പിന്നെ ഞങ്ങൾ നേരെ ഒരു പാർക്കിലേക്ക് വന്ന് കുഞ്ഞുങ്ങളുടെ ഒരു ഇതാണ് കേട്ടോ, പിള്ളേർ കളിക്കാനുള്ള. പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു രാത്രി വരാൻ ഇങ്ങോട്ടേക്കെന്ന്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് വന്ന് സംസാരിച്ചിരുന്നു, സെൽഫിയൊക്കെ എടുത്തിരുന്നു. അത് ഞാൻ പറഞ്ഞിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അയച്ചായിരുന്നു എന്നൊക്കെ. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഫോട്ടോസ് എനിക്ക് അയച്ചായിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയായി. നമ്മൾ ആരെങ്കിലുമൊക്കെ അറിയുന്നുണ്ട്, വീഡിയോസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട്, ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. എന്തായാലും ഭയങ്കര സന്തോഷം. ഞാനങ്ങനെ എവിടെ പോയാലും, ഞാൻ പറഞ്ഞാലും മടിക്കേരി, ഊട്ടി, എവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് അവിടെ ആൾക്കാർ വന്നിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് കമൻസിലും അല്ലെങ്കിൽ അതിൽ കൂടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളവിടെ കണ്ടിട്ടുണ്ട്, ഇവിടെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ. നമ്മൾ ആൾക്കാരെ ഇങ്ങനെ തിരിച്ചറിയുമ്പോൾ 1-2 ആൾക്കാരായിരിക്കും, പക്ഷെ നമുക്കത് ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, കുറേ ആൾക്കാർ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മക്കളെ കാണുമ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഭയങ്കര ഹാപ്പി. പിന്നെ പിള്ളേർ നമ്മൾ പറഞ്ഞല്ലോ ഭയങ്കര ഇതൊക്കെ എൻജോയ് ആക്കി, കുറേ റൈഡ്സിലും ഇതിലൊക്കെ ഇരുത്തി. അതേപോലെ പറയാനുള്ളത്, കുറേ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ അറിയാമെന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ കാസർഗോഡ് മാത്രമല്ല, വയനാട്, കോഴിക്കോട്, അങ്ങനെ ഒരുപാട്. ഇപ്പോൾ ഇവിടെ തന്നെ കോഴിക്കോട്, വയനാട് നിന്നൊക്കെയുള്ള ആൾക്കാർ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്, അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റിലും അല്ല, ഓരോ ജില്ലയിലും അങ്ങനെ എന്താ പറയുക ആൾക്കാർ അറിയാമെന്ന് പറഞ്ഞിട്ട് മിണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം. എന്തായാലും വീണ്ടും അതന്നെ പറയുന്നില്ല, ബാക്കി കാര്യങ്ങൾ നോക്കാം. അത് പിള്ളേർ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ, അതൊക്കെ എൻജോയ് ആക്കി. അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ലോക്കർ റൂം ഇതിലാണ് നമുക്ക് ഓരോ ലോക്കർ തരിക. എന്നാണ് നമ്മൾ ലോക്കർ എടുത്തിട്ട് അവിടെ ഡ്രസ്സൊക്കെ വെച്ച്. ഇപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ചായ കുടി കഴിഞ്ഞു, ഫുള്ള് എൻജോയ് ആക്കി. വെള്ളത്തിലാണെങ്കിലും പാർക്കിലാണെങ്കിലും എല്ലാം പിള്ളേരെല്ലാം എൻജോയ് ചെയ്ത് നൈറ്റ് വ്യൂ നോക്കാം കേട്ടോ. വീലാൻഡ് പാർക്കിൽ ഇതാണ് ഒരു നൈറ്റ് വ്യൂ, നല്ലൊരു കോട്ട പോലെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു പാർക്കും എല്ലാം ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗോൾഡൻ ബേക്കറിയിൽ വന്നിട്ട് ഫുഡും കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ നമ്മൾ കാസർഗോഡ് വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. എന്തായാലും വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അബീൻ്റെ ബ്രൈഡ് ടു ബി മുതൽ അറബിക് നൈറ്റ്, DJ നൈറ്റ്, മെഹന്തി നൈറ്റ്, വെഡിങ് നൈറ്റ്. അപ്പോൾ ഇതുവരെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടുവരാം. ഇതുവരെയായിട്ട് വീഡിയോസിനൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ നിങ്ങൾ തന്നത്. കമൻസൊക്കെ ഞാൻ കാണാറുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.